Here I am going to discuss about the topic natural resources and conservation strategies. Natural resources. A natural resource is anything people can use which comes from nature, and they are naturally occurring substance that are considered valuable in their relatively unmodified form. അതിന് നാച്ചുറൽ ഫോമിൽ തന്നെയാണ് അത് വാല്യൂബിൾ ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കും അത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. കാരണം അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എയർ, വാട്ടർ, വുഡ്, ക്രൂഡ് ഓയിൽ, വിൻഡ് എനർജി, കോൾ, ഇതൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ആൻഡ് ദ റിസോഴ്സസ് എക്സിസ്റ്റ് വിത്തൗട്ട് എനി ആക്ഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ്. And classification of natural resources. On the basis of origin, they are classified into two types: biotic resources and abiotic resources. And on the basis of continuity in supply, there are renewable resources and non-renewable resources. On the basis of development and use, actual or developed resources and potential resources. On the basis of distribution, ubiquitous resources and localized resources. Biotic resources. They are obtained from the biosphere such as forest, animals and the materials obtained from them. അതായത് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസിനെയാണ് ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ബീങ്സിൽ നിന്ന്, ഫ്ലോറ, ഫിഷറീസ്, അതിൽ നിന്ന് കിട്ടുന്നതിനെയാണ് ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അബയോട്ടിക് റിസോഴ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ദോസ് ദാറ്റ് കംസ് ഫ്രം നോൺ ലിവിങ് തിങ്സ് ഓർ നോൺ ഓർഗാനിക് മെറ്റീരിയൽ. ഒരു നോൺ ലിവിങ് തിങ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നോൺ ഓർഗാനിക് മെറ്റീരിയലിൽ നിന്ന് ലഭിക്കുന്ന റിസോഴ്സസിനെയാണ് അബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാൻഡ്, ഫ്രഷ് വാട്ടർ, എയർ, റോക്സ്, എക്സെട്ര. Then strategies of conservation. There are two types of conservations: in situ conservation and ex situ conservation. ഇൻ സിറ്റു കൺസർവേഷനിലാണ് അതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ, അതായത് നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, അതേപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നതാണ് ഇൻ സിറ്റു കൺസർവേഷൻ. എക്സിറ്റു എന്ന് പറയുമ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ ഗാർഡൻസ്, സീഡ് ബാങ്ക്സ്, അതുപോലെ തന്നെ ക്രയോ പ്രിസർവേഷൻ, എക്സെട്ര. Ex situ conservation. And this is the off-site conservation. Endangered species of animals and plants outside their natural habitat. അവരുടെ ഹാബിറ്റാറ്റിൽ നിന്നല്ലാണ്ട്, അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിലല്ലാണ്ട് അവരെ പുറത്ത് കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് അവരെ കൺസേർവ് ചെയ്യുന്നതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. സച്ച് എൻഡേഞ്ചർഡ് സ്പീഷീസ് ഓർ ദെയർ DNA ആർ കൺസേർവ്ഡ് ബൈ എക്സിറ്റു മെത്തേഡ്സ് ഇൻ സൂസ്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, gene banks, pollen banks, seed banks, germplasm banks, tissue culture centers, cryopreservation centers, etc. ഒരു 1500ഓളം ബൊട്ടാണിക്കൽ ഗാർഡൻസും അത്രത്തോളം ഉണ്ട് വേൾഡിൽ, അറൗണ്ട് ദ വേൾഡിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു കുറേ പ്രൊട്ടക്റ്റഡ് പ്ലാന്റ്സും ഉണ്ടാവും അതിൽ. അതുപോലെ തന്നെ ഒരു 800 കൺസർവേഷൻ സൂസും ഉണ്ടാവും. അതിൽ തന്നെ 3000ഓളം സ്പീഷീസ് ഓഫ് അനിമൽസും ഉണ്ടാവും. ആൻഡ് മോസ്റ്റ് പ്ലാന്റ്സ് ആർ സീഡ് പ്രൊഡ്യൂസിങ്. അതുകൊണ്ട് തന്നെ ഈ സീഡ്സും അവർ പ്രിസർവ് ചെയ്യാറുണ്ട്. അതിനാണ് ഈ സീഡ് ബാങ്ക്സ്, ജീൻ ബാങ്ക്സ്, ഇത്തരം കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാറുണ്ട്. Then seed bank. They are the stores in which seeds are preserved for conserving endangered plant species. സീഡ് ബാങ്ക്സിൻ്റെ സീഡുകൾ ഡ്രൈ ചെയ്തിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ബിലോ 4% ആക്കും. അതിനുശേഷം അത് കൂൾ ചെയ്തിട്ട് ഒരു 20 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് സീഡ് ബാങ്കിൽ ചെയ്യുന്നത്. ആൻഡ് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതെല്ലാം ലാർജസ്റ്റ് സീഡ് ബാങ്ക് ഇൻ ദ വേൾഡ്. Then gene banks. They are the collection of DNA samples together with the sample of somatic materials of organism. They preserve the stock of both seeds and vegetable material. ജീൻ ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊമാറ്റിക് സെൽസ് ആയിരിക്കും പ്രിസർവ് ചെയ്യുന്നത്. ദെൻ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, TVM, അതേപോലെയൊക്കെ. പിന്നെ ജെംപ്ലാസം ബാങ്ക്സ്. ദേ ആർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കൺസേൺഡ് വിത്ത് ദ കൺസർവേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ വിച്ച് ലോസ് ത്രൂ ജെനറ്റിക് ഇറോഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ടിഷ്യൂ കൾച്ചർ ആൻഡ് ക്രയോ പ്രിസർവേഷൻ ടെക്നിക്സ്. അതെല്ലാമാണ് ജെംപ്ലാസം ബാങ്ക്സിൽ നടക്കുന്നത്. ആൻഡ് ഇൻ സിറ്റു കൺസർവേഷൻ. It is an on-site conservation of plants and animals in their natural environments.
It involves the conservation of total ecosystem in a protected areas. അതായത് ഈ അനിമൽസിനെയും പ്ലാന്റ്സിനെയും അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ നിന്ന് കൊണ്ടുവരാണ്ട് അവിടെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആ പ്രൊട്ടക്റ്റഡ് ഏരിയ ഈസ് ഡിസ്റ്റിങ്ക്ട് ജിയോളജിക്കൽ റീജിയൻ ഐഡൻറ്റിഫൈഡ് മാനേജ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഫോർ ലോങ് ടേം കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡിംഗ് എക്കോസിസ്റ്റം സർവീസസ് ആൻഡ് സോഷ്യോ കൾച്ചറൽ ഹെറിറ്റേജസ് ഓഫ് മാൻകൈൻഡ്. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷനിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് എക്സെട്ര. Then national parks. It is an area set aside for the protection and conservation of natural flora, fauna, geological formation and natural science. ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ പാർക്സുകൾ കൺസേർവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഇറ്റ് ഈസ് ദ ഏരിയ സെറ്റ് അപ്പാർട്ട് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ് അണ്ടർ നാച്ചുറൽ കണ്ടീഷൻസ്. പിന്നെ അടുത്തതാണ് ബയോസ്ഫിയർ റിസർവ്സ്. They are the protected areas where all biological species are given protection and multiple land use is permitted. Then World Heritage Sites. They are the internationally well-known areas identified by the World Heritage Committee. They include 4 major types of areas: wilderness areas, natural monuments, സ്പീഷീസ് മാനേജ്മെൻറ്റ് ഏരിയാസ്, പ്രൊട്ടക്റ്റഡ് ലാൻഡ്സ്കേപ്സ് ആൻഡ് സീസ്കേപ്സ്. അതെല്ലാം വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ വരുന്നതാണ്. ദെൻ വിത്തൗട്ട് ഗേസിംഗ് അനിമൽസ്, ഹെൽത്ത് ലാൻഡ്സ് വിച്ച് കണ്ടെയ്ൻ എ നമ്പർ ഓഫ് റേർ സ്പീഷീസ് വിച്ച് റിവർ ടു വുഡ് ലാൻഡ്. Then natural reserves. A natural reserve is an area of land which is protected and managed for various ecological reasons. It could be designed to protect and reserve wildlife, flora, fauna, geological features or other species interests that plays a part in our ecosystem. Natural reserves can be classified into different categories: strict natural reserves, wilderness areas, national parks, natural monument of feature, habitat management area, protected landscape, protected area with the sustainable use of nature. Thank you.